ഇന്നത്തെ ഏറ്റവും പുതിയ എമ്പുരാന്റെ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ വെറും 2 ദിവസങ്ങൾ കൊണ്ടാണല്ലോ 102 കോടി ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്തത്. ആദ്യ ദിവസത്തെ കളക്ഷൻ കൊണ്ട് തന്നെ പല സമീപകാല മലയാളം പോസിറ്റീവ് ലഭ്യമായ സിനിമകളുടെ ഫൈനൽ കളക്ഷൻ മറികടന്ന സിനിമ ഇതിനോടകം തന്നെ പല പ്രമുഖ സിനിമകളുടെയും ഫൈനൽ കളക്ഷനാണ് 2 ദിവസത്തെ കളക്ഷൻ കൊണ്ട് തന്നെ മറികടന്നിരിക്കുന്നത്. ആ സിനിമകളിലേക്കാണ് ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ എമ്പുരാന് മുന്നേ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ അത് ആസിഫിന്റെ രേഖാചിത്രമായിരുന്നു. 57 കോടിയിലധികം ഫൈനൽ കളക്ഷൻ നേടിയെടുത്ത രേഖാചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് എമ്പുരാൻ ആദ്യ ദിവസത്തെ കളക്ഷൻ കൊണ്ട് തന്നെ ഇന്നലെയോടെ മറികടന്നിരുന്നു. ഇപ്പോഴത്തെ 102 കോടിയിലേക്ക് എമ്പുരാൻ എത്തപ്പെട്ടതോടെ പല മലയാളം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സമീപകാല സിനിമകളുടെ എല്ലാം തന്നെ ഫൈനൽ കളക്ഷനാണ് എമ്പുരാൻ മറികടന്നിരിക്കുന്നത്. അതിൽ ശ്രദ്ധേയമായ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ദുൽഖർ നായകനെത്തിയ കുറിപ്പിന്റെ ഫൈനൽ കളക്ഷൻ 81 കോടി, അതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡിന്റെ ഫൈനൽ കളക്ഷൻ 82 കോടി. അത് കൂടാതെ മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത ഭീഷ്മ പർവ്വതത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് 85 കോടി. അതുകൂടാതെ ലാലേട്ടന്റെ ഏറ്റവും അവസാനത്തെ എമ്പുരാന് മുന്നേയുള്ള വലിയ വിജയം നേടിയെടുത്ത സിനിമ നേരിന്റെ ഫൈനൽ കളക്ഷൻ 85 കോടിയെല്ലാം തന്നെയാണ് എമ്പുരാൻ മറികടന്നിരിക്കുന്നത്. ലാലേട്ടന്റെ സമീപകാല ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ് നേരെങ്കിൽ പൃഥ്വിരാജിന്റെ സമീപകാല ബ്ലോക്ക് ബസ്റ്റർ സിനിമ ഗുരുവായൂർ അമ്പലനടയിലാണല്ലോ. സിനിമയുടെ 90 കോടി ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസും എമ്പുരാൻ വെറും 2 ദിവസങ്ങൾ കൊണ്ട് നിസ്സാരമായിട്ട് മറികടക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഇന്നും നാളെയും കൂടി നല്ലൊരു കളക്ഷൻ എമ്പുരാൻ വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. അത് എത്രയാണെന്ന് അറിയാനായിട്ടും ഇനി മറികടക്കാനുള്ള ചുരുക്കം സിനിമകളുടെ വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ അറിയാനായിട്ട് കാത്തിരിക്കൂ. ഇതിനിടയിൽ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് റീസെൻസറിങ് വന്നേക്കുമെന്ന് നേരത്തൊരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നല്ലോ. ഇപ്പോഴത് അത് ശരിവയ്ക്കുന്ന ഏറ്റവും പുതിയ നിരാശാജനകമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ എമ്പുരാൻ എന്ന സിനിമയിൽ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റും. ഈ 17 വെട്ടിമാറ്റുന്ന രംഗങ്ങളിൽ പ്രധാനമായിട്ടും ഗുജറാത്ത് കലാപം എല്ലാം തന്നെ മുഴുവനായിട്ട് ഒഴിവാക്കും തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഈ പറഞ്ഞ രംഗങ്ങളെല്ലാം തന്നെ വെട്ടിമാറ്റുമ്പോൾ ഇനി ബിഗ് ബഡ്ജറ്റ് മലയാളം സിനിമയിൽ എന്താണ് കാണാനുള്ളത് എന്നാണ് ബാക്കിയുള്ള ചോദ്യം. അടുത്ത തിങ്കളാഴ്ച മുതൽ റീസെൻസർ ചെയ്ത പതിപ്പ് തിയേറ്ററുകളിൽ വരുമെന്നായിരുന്നു നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെങ്കിലും ആ പതിപ്പ് വൈകാൻ സാധ്യതയുണ്ട്. അടുത്ത ബുധനാഴ്ചയോ വ്യാഴാഴ്ചയായിരിക്കും സിനിമയുടെ പുതിയ പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തുക. അതുവരെ നിലവിലെ 3 മണിക്കൂർ ഡ്യൂറേഷനുള്ള പതിപ്പ് തിയേറ്ററുകളിൽ റണ്ണിംഗ് തുടരും. എന്തായാലും സിനിമയ്ക്ക് വലിയ നിരാശ വാർത്തയാണ് ഇതെന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. വലിയ സമ്മർദ്ദങ്ങളെല്ലാം തന്നെ സിനിമ നേരിട്ടതിനെ തുടർന്നാണ് നിർമ്മാതാക്കൾ ഗോകുല മൂവീസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് ഈ തീരുമാനത്തിലേക്ക് എത്തപ്പെട്ടത് എന്നാണ് അവസരമായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഇത് കടുത്ത നിരാശ വാർത്ത തന്നെയാണ്. പുതിയ ഡ്യൂറേഷൻ എത്രയാണ് എന്ന് അടുത്ത ദിവസങ്ങളിൽ അറിയാനായിട്ട് കാത്തിരിക്കൂ.